ഇപ്രകാരം ഒരു മീറ്റിംഗിൽ എന്നെയൊക്കെ ക്ഷണിച്ച കർത്താവിനദാസൻ ഡോക്ടർ തോമസ് ഇടിപ്പിളയ്ക്ക് പ്രത്യേക നന്ദി അറിയിക്കുന്നു. കർത്താവിനദാസനുമായി ചില ദിവസങ്ങൾ ഈ പട്ടണത്തിലും ഞങ്ങൾക്ക് കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തു. ആ ദിവസങ്ങളൊക്കെ വളരെ അനുഗ്രഹമായിരുന്നു. ഓർമ്മയ്ക്കത്തക്ക രീതിയിൽ അനേക ദൈവപ്രവർത്തികൾ കാണുവാൻ സർവശക്തനായ ദൈവം കൃപ ചെയ്തു. തന്റെ ദാസന സൂക്ഷികളെ പിന്നെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മീറ്റിംഗിൽ ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ ജോൺ മാമനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസനെയും ഈ മീറ്റിംഗിലെ പ്രാർത്ഥനയുടെ പ്രത്യേക കരങ്ങളിൽ വഹിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് ഈ IPC ഫാമിലി കോൺഫറൻസ് 2024 തീം വളരെ ഏത് കർത്താവിന്റെ ദാസനിലോ ടീമിലോ ആണ് ഈ ഒരു സന്ദേശം പറയുവാൻ തക്കവണ്ണം, ജനത്തിന്റെ ഇടയിലേക്ക് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അതൊരു വലിയ ദൈവിക നിയോഗമായി തന്നെ ഞാനും എടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. രൂപാന്തരപ്പെടുത്തുന്ന ദൈവശക്തി, എംപവേർഡ് ടു ട്രാൻസ്ഫോം. പുതിയ നിയമത്തിന്റെ റോമാലേഖനത്തിന്റെ മാത്രം റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ നിന്നാണ് ആധാരമാക്കിയാണെങ്കിലും പുതിയ നിയമത്തിന്റെ മുഴുവൻ ചിന്തയും രൂപാന്തരപ്പെടുക എന്നുള്ളതായതുകൊണ്ട് പുതിയ നിയമസഭയ്ക്ക് വളരെ അധികം പ്രസക്തിയുള്ള ഒരു ഭാഗമാണ്, ഒരു വിഷയമാണ് ഈ കോൺഫറൻസിന്റെ ചിന്താ വിഷയമായി എടുത്തിരിക്കുന്നത്. അത് ഞാനും പ്രാർത്ഥിക്കുന്നു. ഈ കോൺഫറൻസിൽ അസാധാരണമായ പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ പ്രവർത്തികൾ വ്യക്തി ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, സഭകളിലൊക്കെ, ദേശത്തൊക്കെ നടക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഈ പട്ടണത്തിലേക്ക് 2007 കടന്നു വരുന്നത്, 2008 കടന്നു വരുന്നത്. പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ തന്ന ഒരു തീം, എക്വിപ്പ് ആൻഡ് എൻകറേജ് ടു റീച്ച് ദ അൺറീച്ച്ഡ് എന്ന ഒരു വിഷയമാണ്, ഒരു തീമാണ് പരിശുദ്ധാത്മാവ് എനിക്ക് തന്നത്. എക്വിപ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ തിയോളജിക്കൽ എഡ്യൂക്കേഷനോ നമ്മുടെ ടാലന്റോ നമ്മുടെ കഴിവുകളോ ഒന്നുമല്ല. ഈ ദീർഘമായ 24 വർഷത്തെ ശുശ്രൂഷയിൽ എനിക്ക് മനസ്സിലാക്കിയത്, പരിശുദ്ധാത്മാവ് ചലിച്ചില്ലെങ്കിൽ ഒരു പട്ടണവും ഒരു സഭയും ഒരു കുടുംബവും ഒരു വ്യക്തികളും ട്രാൻസ്ഫോം ചെയ്യപ്പെടത്തില്ല. അങ്ങനെയെങ്കിൽ ബോസ്റ്റണിൽ വെച്ച് നടക്കുന്ന ഈ കോൺഫറൻസ്, ഈ ഫാമിലി കോൺഫറൻസ് ഒരു ഓർഗനൈസേഷനുകളെ കടന്ന്, ഒരു സഭയെ കടന്ന് അമേരിക്കയെ മുഴുവൻ, US പട്ടണത്തെ മുഴുവൻ, സ്വർഗത്തിലല്ല ഈ മെസ്സേജുകളൊക്കെ പോകുന്ന ദേശങ്ങളൊക്കെ ഒരു വലിയ രൂപാന്തരത്തിന് കാരണമായി മാറട്ടെ എന്ന് വളരെയധികം ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. ഞാന് ഒരു പ്രൊഫറ്റിക്കൽ വേർഡായിട്ട് പറയുന്നു, ഒരു വലിയ ചലനം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ചലനം പരിശുദ്ധാത്മാവ് ചെയ്യും എന്ന് ഞാൻ ഈ പ്രാരംഭ നിമിഷം തന്നെ പറഞ്ഞ് തിരുവചന ചിന്തയിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. വളരെ അനേക ദൈവത്തിന്റെ അഭിഷക്തന്മാർ, ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ ഈ അധ്യായങ്ങളിൽ നിന്ന്, റോമാലേഖനത്തിൽ നിന്ന് വിവിധ പെർസ്പെക്റ്റീവിൽ ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ചില യൂട്യൂബ് മെസ്സേജുകൾ ഞാൻ ഇതിനെക്കുറിച്ച് കേൾക്കുവാനും ഇടയായി തീർന്നു. വീണ്ടും പരിശുദ്ധാത്മാവ് എനിക്ക് ഹൃദയത്തിൽ തന്ന 2 ചിന്തകൾ ഞാൻ നിങ്ങളുമായി പങ്കുവച്ച് വേഗത്തിൽ പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇവിടെ നമുക്കെടുത്തിരിക്കുന്ന തീം എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ, എംപവർ ടു ട്രാൻസ്ഫോം. അപ്പം ഒരു കാര്യം ഇതിനകത്ത് വളരെ ക്ലിയർ ആണ്, പരിശുദ്ധാത്മാവാണ് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുന്നത്. പ്രസംഗത്തിന്റെ ശൈലിയോ പ്രസംഗത്തിന്റെ ഭാഷയോ ആര് പ്രസംഗിക്കുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറമായി പരിശുദ്ധാത്മാവാം ദൈവമാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിന്റെ സ്വാതന്ത്ര്യം ആ ഹൃദയങ്ങളിലൊക്കെ വെളിപ്പെട്ട് വരുവാൻ ഈ പ്രാർത്ഥന മുഖാന്തരമായി മാറട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഇതിനെക്കുറിച്ച് പുതിയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ അതിനൊരു ഗ്രീക്ക് വേർഡ് നമുക്ക് കാണുവാൻ തൊക്കെ കഴിയുന്നത് മെട്രാമോഫോ എന്ന ഗ്രീക്ക് വേർഡാണ്
ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ലിറ്ററലി ടു ചേഞ്ച് ഇൻ ടു അനദർ ഫോം. അല്ലെങ്കിൽ അപ്പോൾ അത് കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തെയും നടപ്പിനെയും ഒരുപോലെ മാറ്റുന്നതാണ് ഈ ട്രാൻസ്ഫോർമേഷൻ. അപ്പം അതിന് നമുക്ക് ഉത്തമമായ ഒരു ഉദാഹരണമാണ് കാറ്റർപില്ലർ ബിക്കം എ ബട്ടർഫ്ലൈ. അതറിയാത്ത ആരും ഇതിനകത്തില്ല എന്ന് എനിക്കറിയാം. ഒരു പുഴു മനോഹരമായ ഒരു ചിത്രശലഭമായി മാറുവാൻ അതിൻ്റെ ഇടയിൽ നടക്കുന്നൊരു പ്രോസസ്സാണ് ഈ ട്രാൻസ്ഫോർമേഷൻ, മാറ്റം. അപ്പോൾ ഒരു മനുഷ്യൻ ജനിക്കുന്നത് മുതൽ നിത്യത വരെ എത്തുന്നതിനിടയിൽ നടക്കുന്ന, അല്ലെങ്കിൽ മരണം സംഭവിക്കുന്നത് വരെ നടക്കുന്ന ഒരു 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 പരിശുദ്ധാത്മ പ്രവൃത്തിയാണ് രൂപാന്തരം എന്ന് പറയുന്നത്. അതിനുവേണ്ടി പുതിയ നിയമത്തിൽ 2 വേദഭാഗങ്ങൾ നമുക്ക് വേഗത്തിൽ മനസ്സിലാക്കുവാൻ തൊക്കണം കഴിയും. ഒന്ന്, മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ തൊക്കണം കഴിയുന്നത് യേശുക്രിസ്തുവിന്റെ ട്രാൻസ്ഫിഗറേഷൻ ടോപ്പിക്കാണ് അവിടെ ഉള്ളത്. അവിടെ എന്ത് ചെയ്തു? തനിച്ചിരിക്കുമ്പോൾ അവൻ എന്ത് ചെയ്തു? ചില ശിഷ്യന്മാരുമായി മറുരൂപ മലയിലേക്ക് പോയിട്ട് അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അങ്ങനെയാണ് 2-ാം വാക്യം പറയുന്നത്. And he was transfigured before them. Then അങ്ങനെ പറയും, and his face shone like the sun and his garments became a white as light. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു, അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുമ്പോൾ അവന്റെ ശാരീരികമായ തലങ്ങളിലും അവന്റെ സ്വഭാവങ്ങളിലുമൊക്കെ വ്യത്യാസം വരുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ദൈവമക്കളെ, അതായിരിക്കണം, അതാണ്. അല്ലെങ്കിൽ ഇന്ന് കൃപാവരങ്ങളും ഫലങ്ങളില്ലാത്ത വരങ്ങളാണ് കൂടുതലും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് യൗവനക്കാർ നമ്മളെ നോക്കുന്നത്, അല്ലെങ്കിൽ പിതാക്കന്മാരെ, അവരുടെ മുമ്പിൽ നടക്കുന്ന ദൈവമക്കളെ നോക്കുന്നത് എത്രത്തോളം അവര് പറയുന്ന വാക്കിനനുസരിച്ച്, പ്രസംഗത്തിനനുസരിച്ച് അവർ ജീവിക്കുന്നു, അവർ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ, എനിക്ക് പ്രാർത്ഥിക്കുവാൻ നിയോഗം കിട്ടിയ ഒരു കാര്യം, ഈ ട്രാൻസ്ഫോർമേഷൻ നടക്കാത്തത് കൊണ്ട്, ഈ എംപവർമെന്റിന് അല്ലെങ്കിൽ രൂപാന്തരത്തിന് അവസരം പരിശുദ്ധാത്മാവിന് കൊടുക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ അനുവാദമില്ലാത്തത് കൊണ്ട് തന്നെ ഇന്നത്തെ എന്റെ ഒരു കണക്ക് 80% ഓഫ് യങ്സ്റ്റേഴ്സ്, യൗവനക്കാർക്ക് അവരുടെ സെൽഫ് ഐഡന്റിറ്റി ലൂസ് ചെയ്യപ്പെട്ട ഒരു കാലമാണ്. അല്ലെങ്കിൽ ആരെയാണ് ആരാധിക്കേണ്ടത്, എന്തിനാണ് ആരാധിക്കേണ്ടത്, ഞാൻ ഇത് ചെയ്താൽ എനിക്ക് എന്നാ കിട്ടും, അങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾ ദൈവദാസന്മാരായ പേരൻസായ ഒത്തിരി ദൈവമക്കൾ അഭിമുഖീകരിക്കുന്ന ചോദ്യങ്ങളാണ്. ദൈവമക്കളെ, ഒരുവന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിപ്പാൻ അനുവദിച്ചാൽ അവിടെ അവന്റെ ജീവിതത്തെ ദൈവം മാറ്റും. അവന്റെ സ്വഭാവത്തെയും അവന്റെ നടപ്പിനെയും, അതിലുപരിയായിട്ട് അതിനുള്ള ഫലങ്ങളെ മറ്റുള്ളവരുടെ മുമ്പാകെ നമുക്ക് അറിയത്തക്ക രീതിയിൽ അത് വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അപ്പോൾ 3-4 കാര്യങ്ങൾ കമ്പിവാചകത്തിൽ പറഞ്ഞ് വേഗത്തിൽ പോകുവാൻ എനിക്ക് സമയപരിധിക്കുള്ളിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, എന്താ ഈ ട്രാൻസ്ഫോർമേഷന്റെ ഒരു ഉദാഹരണം, അല്ലെങ്കിൽ ഒരു വ്യാഖ്യാനം പറഞ്ഞാൽ എങ്ങനെ നമുക്ക് പറയുവാൻ തക്കവണ്ണം കഴിയും? വൈൻസ് ഡിക്ഷണറിയിൽ ഇങ്ങനെയാണ് പറയുന്നത്: ടു അണ്ടർഗോ എ കംപ്ലീറ്റ് ചേഞ്ച് which under the power of God will find expression in character and conduct. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട്, ഭാഗികമായിട്ട് ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ, ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാൻ കള്ളം പറയുന്നത് നിർത്തി, ബീഡി വലിക്കുന്നത് നിർത്തി, വൈനടിക്കുന്നത് നിർത്തി. ഇതൊക്കെ ട്രാൻസ്ഫോർമേഷന്റെ ഭാഗമാണെങ്കിലും ഇന്ന് സഭയിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് അന്യഭാഷ എന്ന, അല്ലെങ്കിൽ ആത്മീക കൃപാവരങ്ങൾ എന്ന, അല്ലെങ്കിൽ ആത്മീകത എന്ന വസ്ത്രം ധരിച്ച് എങ്ങനെയും
ജീവിക്കാം എന്നുള്ള ഒരു തലത്തിലേക്ക് ഇന്ന് ആത്മീയ ലോകം അധപ്പതിച്ചോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ദൈവമക്കളെ, പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വന്നാൽ ഈ രാത്രിയിൽ നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യുക. എത്രത്തോളം ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു? അതിന്റെ അളവുകോൽ എന്താണെന്ന് ചോദിച്ചാൽ ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നു, നമ്മൾ ക്രിസ്തുവിന്റെ അനുകാരികളായതുകൊണ്ട്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ യേശു പറഞ്ഞു, എന്ത്? ആരെ പോലെ ആയിരിക്കും? ഞാൻ സൽഗുണപൂർണ്ണ, പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണ പൂർണ്ണരായിരിപ്പിൻ. അപ്പൊ പൂർണ്ണതയാണ് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് നമ്മുടെ അളവുകോൽ എന്തെങ്കിലും ജീവിതത്തിൽ മാറ്റി എന്നുള്ളതല്ല. ക്ലീൻ ഷേവ് ചെയ്തതോ വൈറ്റ് ഷർട്ട് ഇട്ടതോ ചർച്ചിൽ അറ്റൻഡ് ചെയ്യുന്നതോ എന്നതുള്ളതിനേക്കാൾ ഉപരിയായി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ സ്ഥാനം എന്താണെന്നും പരിശുദ്ധാത്മാവ് പറയുന്നത് എന്താണെന്ന് കേട്ടുകൊണ്ട് കുറച്ചുകൂടെ അത് വ്യക്തമായി, എനിക്കറിയാം ദൈവത്തിന്റെ അഭിഷക്തന്മാരാണ് കൂടുതലും ഉള്ളത് കൊണ്ട്, പഞ്ചേന്ദ്രിയങ്ങളെ അടിമപ്പെടുത്തി പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുക എന്നാണ് അതിന്റെ സംക്ഷിപ്തമായ ഒരു ഡെഫിനിഷൻ കൊടുക്കുവാൻ കഴിയുന്നത്. പഞ്ചേന്ദ്രിയങ്ങൾ കാണുന്നതും നോക്കുന്നതും കേൾക്കുന്നതും രുചിക്കുന്നതും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? വളരെ ഗൗരവമായി പരിശുദ്ധാത്മ വിവേചനത്തിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ നിശ്ചയമായി, ഹല്ലേലൂയ, അവനെ പോലെ നമുക്ക് രൂപാന്തരം പ്രാപിക്കുവാനിടയായി. ഒത്തിരി ഭാഗങ്ങൾ എനിക്ക് പറയുവാനുണ്ടെങ്കിലും വേഗത്തിൽ മുന്നോട്ട് കടന്നു പോകട്ടെ. ചുരുക്കത്തിൽ പറഞ്ഞ 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കുറച്ചുപോയി, കുറച്ചുണ്ടെന്നല്ല പറഞ്ഞത്, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. ബിഹോൾഡ് ന്യൂ തിങ്സ് ഹാവ് കം, ഓൾ തിങ്സ് പാസ്ഡ് അവേ. പാസ്ഡ് അവേ എന്നുള്ള വാക്ക് മരിച്ചുപോയെന്ന് പറയുന്നതിന് ഉപയോഗിക്കുന്ന ഒരു പേട. പാസ്ഡ് അവേ, മരിച്ചുപോയി. അങ്ങനെയല്ലേ റോമാലേഖനം 6-ാം അധ്യായം പഠിപ്പിക്കുന്നത്? അല്ലെങ്കിൽ റോമാലേഖനത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ 3 കാര്യങ്ങൾ പറയട്ടെ. റോമാലേഖനം മുഴുവൻ പഠിക്കുമ്പോൾ ഒന്ന്, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വിശ്വാസത്താലുള്ള നീതീകരണമാണ്. അതിനെ 2 പിരിവുകളായി പഠിക്കുമ്പോൾ ആ നീതീകരണത്താൽ ഉളവാകുന്ന ഒരു ശുദ്ധീകരണമുണ്ട്. സ്തോത്രം. 2, അതിന് താഴോട്ട് വന്നാൽ ആ ശുദ്ധീകരണത്താൽ ഉളവാകുന്ന ഒരു തേജസ്കരണമുണ്ട്. അതാണ് ട്രാൻസ്ഫോർമേഷൻ. റോമാലേഖനം മുഴുവൻ പഠിക്കുമ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണമാണ് മെയിൻ ഹെഡിങ് കൊടുക്കുവാൻ കഴിയുമെങ്കിലും എങ്ങനെയാണ് എംപവേർഡ് ടു ട്രാൻസ്ഫോം ആകുന്നതെന്ന് ചോദിച്ചാൽ, വിശ്വാസത്താലുള്ള നീതീകരണം പ്രാപിച്ച ദൈവമക്കൾ ആ നീതീകരണത്താൽ ഉളവാകുന്ന ശുദ്ധീകരണത്തിൽ, വിശുദ്ധീകരണത്തിൽ നാം ജീവിക്കണം. അതൊരു പ്രോസസ്സാണ്. സ്തോത്രം. അങ്ങനെ പുഴു അല്ലെ ബട്ടർഫ്ലൈ ആയി ചിത്രശലഭമായി മാറുന്നത് പോലെ ആർക്കും കാണുവാൻ കഴിയാത്ത ഒരു ഷെല്ലിനകത്താണ് അത് രൂപാന്തരപ്പെടുന്നത് എന്ന് പറഞ്ഞതുപോലെ ഭക്തന്മാർ, ദൈവമക്കൾ പ്രാർത്ഥനാ മുറിയിൽ വ്യക്തിപരമായ ജീവിതത്തിൽ യേശുവിനോട് കൂടെ പരിശുദ്ധാത്മാവിനോട് കൂടെ അകത്തളങ്ങളിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ വ്യക്തിപരമായി നാം ആയിരിക്കുമ്പോൾ ഒരു രൂപാന്തരം സംഭവിക്കുന്നു. ആൾക്കാർക്ക് കാണുവാൻ കഴിയുന്ന മനോഹരമായ ഒരു ചിത്രശലഭമാണ്. പക്ഷേ അനേകം നാളുകൾ ഒരു ഷെല്ലിനകത്തിരുന്നു, ഒരു ആത്മവ്യാപാരത്തിനകത്ത്, ഒരു ആത്മ സാന്നിധ്യത്തിനകത്തിരുന്നു. നമുക്കറിയാം യേശുവിനോട് കൂടെ 40 രാവും 40 പകലും വരുന്ന ഹല്ലേലൂയ മോശയുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം സംഭവിച്ചു. അവനെ കാണുന്നവർ പറഞ്ഞു, അയ്യോ നീ പുറത്ത് നിന്റെ മുഖത്ത് ഒരു എന്തിടാൻ പറഞ്ഞു? അല്ലെങ്കിൽ ഒരു പർദ്ദ ഇടണം, കാരണം ഞങ്ങൾക്ക് കാണുവാൻ ഭയങ്കര പ്രയാസമാണ്. തേജസ്. അപ്പോൾ ദൈവിക തേജസ് ഇന്ന് മനുഷ്യനിൽ വെളിപ്പെടണമെങ്കിൽ, കുറച്ചുകൂടി പറഞ്ഞാൽ ദൈവത്തിന്റെ കൃപ അതിന്റെ ആത്യന്തികമായ അളവുകളിൽ വെളിപ്പെടണമെങ്കിൽ നമ്മുടെ കോൺഫറൻസുകളിൽ, നമ്മുടെ കൂടിവരവുകളിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ, നമ്മുടെ സഭകളിൽ, നമ്മുടെ യുവതലമുറകളിൽ അത് വെളിപ്പെട്ടു വരണമെങ്കിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനോട് കൂടെ ഇരിക്കുന്ന ഒരനുഭവം, യേശുവിനോട് കൂടെ വസിക്കുന്ന ഒരനുഭവം ഉണ്ടെങ്കിൽ നമുക്ക് ആ നീതീകരണത്താൽ
ഉളവാകുന്ന ഒരു ശുദ്ധീകരണമുണ്ട്. പഴയ പുഴുവിന്റെ സ്വഭാവമല്ല. പഴയതുപോലെ നടക്കുവാൻ കഴിയത്തില്ല, പഴയതുപോലെ തിന്നുവാൻ കഴിയത്തില്ല, പഴയതുപോലെ നോക്കുവാൻ കഴിയത്തില്ല. എല്ലാ മണ്ഡലങ്ങളും, മനുഷ്യ ജീവിതത്തിന്റെ, ആത്മീയ ജീവിതത്തിന്റെ സമസ്ത മണ്ഡലങ്ങളിൽ ഒരു മാറ്റം, അതാണ് ട്രാൻസ്ഫോർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. അങ്ങനെ ശുദ്ധീകരിക്കപ്പെടുന്ന വ്യക്തി ജീവിതങ്ങൾ എന്ത് ചെയ്യും? തേജസ്കരിക്കപ്പെടുന്ന അവസാനത്തെ ഒരു പ്രോസസ്സാണ്. പിന്നെ പുഴു ഭൂമിയിൽ എഴഞ്ഞു നടക്കത്തില്ല, പിന്നെ അത് പറക്കുന്നത് പോലെ കാഹളനാദം ധ്വനിക്കുമ്പോൾ ആരുടെയും ആവശ്യമില്ല. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഹല്ലേലൂയ, വിശുദ്ധന്മാർ അക്ഷയമായി ഉയർത്തെഴുന്നേൽക്കുന്ന ട്രാൻസ്ഫോർമേഷന്റെ അടുത്ത അവസാന ഭാഗമായ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാനിടയായിത്തീരും. അപ്പോൾ ഒരു പുതിയ സൃഷ്ടിയായി മാറുക എന്നുള്ളതാണ് അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. രണ്ടാമതായി നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നത് എന്ത് മോട്ടിവേഷൻ, അല്ലെങ്കിൽ എന്താ ഇതിന്റെ പിന്നിലെ ഒരു ഗോള് നമുക്കുള്ളത്? എന്തിനാ ട്രാൻസ്ഫോർമേഷൻ ആവേണ്ടത്? സ്തോത്രം. ആരാധനയ്ക്ക് വന്നാൽ പോരായോ? ആരാധിച്ചാൽ പോരായോ? സ്തോത്ര കാഴ്ച കൊടുത്താൽ പോരായോ? ഞാൻ മെമ്പർ ആയാൽ പോരായോ? ദൈവമക്കളെ, അതിലൊക്കെ വ്യത്യസ്തമായിട്ട് ദൈവവചനം എന്താ പറയുന്നത്? 2 കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. 3:18. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അടിവരയിടണമേ. അതേ പ്രതിമയായിട്ട്. ഹല്ലേലൂയ. എന്ത് ചെയ്യണം? ഒന്ന്, മൂടുപടം നീങ്ങണം. ഒന്ന്, നമ്മുടെ മോഡേൺ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാ മാസ്കും പൊളിക്കണം, എല്ലാ മാസ്കും മാറ്റണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഈ വചനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ ഞാൻ ഏത് മാസ്ക് ധരിച്ചുകൊണ്ടാണ് ദൈവ സന്നിധിയിൽ നിൽക്കുന്നത്? ആ മാസ്കുകളെല്ലാം എന്ത് ചെയ്യണം? പൊളിയുമ്പോൾ. അല്ലെങ്കിൽ കുറച്ചു കൂടെ നമ്മൾ റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ 1-2 വാക്യങ്ങളിൽ പറയുന്നത് പോലെ നമ്മൾ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തു വെച്ച എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട്, പലയാവർത്തി വായിച്ചത് കൊണ്ട് ഞാൻ ആ ഭാഗം എടുത്തു വായിക്കാഞ്ഞത്. റോമാലേഖനം 12:2 പറയുന്നു, ഡു നോട്ട് കൺഫേം, ഡു നോട്ട് copy the behavior of this world. അല്ലെങ്കിൽ ലോകത്തിൽ നിന്ന് എന്തെല്ലാം നമ്മൾ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് നമ്മൾ വെച്ചോ, അല്ലെങ്കിൽ ആത്മീകത്തോട് കൂട്ടിച്ചേർക്കുന്നുവോ, ആത്മീകത്തോട് മിക്സ് ചെയ്യുന്നുവോ, അതെല്ലാം ആ മൂടുപടം മാറുമ്പോൾ സാക്ഷാൽ ദൈവത്തിന്റെ അഭിഷക്തന്മാരുടെ ജീവിതത്തിൽ, ദൈവത്തിന്റെ ദാസന്മാരുടെ ജീവിതത്തിൽ, ദൈവ മക്കളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുവാനിടയായിത്തീരും. We are the mantle of his glory. We are carrying the mantle of his glory. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ട്രാൻസ്ഫോർമേഷൻ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ കോൺഫറൻസിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, മൂടുപടം മാറ്റിയവരുടെ മുഖത്തിലേക്ക് ദൈവത്തിന്റെ തേജസ് പ്രതിഫലിപ്പിക്കുവാൻ. അല്ലെങ്കിൽ പഴയ കാലഘട്ടങ്ങളിലേക്ക് നോക്കുമ്പോൾ ആരും പറയണ്ട, വസ്ത്രങ്ങളെക്കാൾ അപ്പുറമായി, അവരുടെ നടപ്പുകളെക്കാൾ അപ്പുറമായി അവരുടെ സ്വഭാവത്തിൽ ദൈവത്തിന്റെ അഭിഷക്തന്മാരെ തിരിച്ചറിയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ദൈവവൈദ്യനെ ഞാൻ ചോദിക്കുന്ന, എന്നെ ചലഞ്ച് ചെയ്തൊരു ചോദ്യം, എന്നെ ആൾക്കാർ മനസ്സിലാക്കുന്നത് എന്റെ വേഷത്തിലോ എന്റെ സ്വഭാവത്തിലോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ എന്ത് ചെയ്യണം? അവിടെ പറയുന്നു, തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി. അതേ പ്രതിമ ദൈവത്തിന്റെ. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഏറെക്കുറെ വാക്യങ്ങൾ പിന്നെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിൽ പറയുന്നു. അപ്പോൾ ഒന്നാമത്തെ വിഷയം, എന്തിനാ നമുക്ക് കിട്ടുന്ന ഗോൾ എന്താണെന്ന് ചോദിച്ചാൽ, ട്രാൻസ്ഫോർമേഷൻ. എനിക്ക് ദൈവത്തെ പോലെ, യേശുവിന്റെ പ്രതിരൂപമായിട്ട് മാറണം. എനിക്ക് അതേ പ്രതിമയായി രൂപാന്തരപ്പെടണം, ട്രാൻസ്ഫോർമേഷൻ. അതുകൊണ്ട് എനിക്ക് എന്ത് വേണം? പരിശുദ്ധാത്മാവ് വേണം. 2, എനിക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, റോമാലേഖനം 8-ന്റെ
29 പറയുന്നു, എന്നെ ദൈവം പ്രീഡിസ്റ്റൈൻ ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? ഒരു മുൻകാലയാൽ ആരെല്ലാം നിന്ദിച്ചിട്ട്, ആരെല്ലാം പഴിച്ചിട്ട്, ആരെല്ലാം തകർക്കുവാൻ നോക്കിയിട്ട് ഇന്നും ഞാൻ നിൽക്കുന്നത് എന്റെ കൃപയാലല്ല, പിന്നെയോ ദൈവം എന്നെ മുന്നമേ കണ്ടത് കൊണ്ട്, ദൈവത്തിന്റെ സ്വരൂപമായി എന്റെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടത് കൊണ്ട്, ദൈവത്തിന്റെ ഗ്ലോറി ഞാൻ ക്യാരി ചെയ്യേണ്ടത് കൊണ്ട് ദൈവം എന്നെ എന്ത് ചെയ്യുക? നിർത്തിയിരിക്കുക. സ്നേഹിതരെ, നമുക്ക് പുകഴുവാനില്ല, പ്രശംസിപ്പാനില്ല, നമുക്ക് ഒരു കാര്യം ഓർത്തുകൊള്ള, ദൈവം എന്നെ മുന്നമേ കണ്ടിട്ടുണ്ട്. ഞാൻ ആ ഭാഗ്യം പറഞ്ഞ് നിൽക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നത് കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത്, അതിന്റെ 9-10 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: അന്യോന്യം ഫോഷ്ക്ക് പറയരുത്, നിങ്ങളുടെ പഴയ മനുഷ്യൻ അവരുടെ പ്രവൃത്തികളോട് ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം, തന്നെ സൃഷ്ടിച്ചവന്റെ അഗൈൻ വി ക്യാൻ സി പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. ട്രാൻസ്ഫോർമേഷനിൽ ഒരു പുതിയ ബോഡി വരിക, ഒരു പുതിയ ഷേപ്പ് വരിക, ഒരു പുതിയ സ്വഭാവം വരിക, പുതിയൊരു നേച്ചർ വരിക. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ. അതിനുവേണ്ടി എന്തുവാ ചെയ്തത്? റോമാലേഖനം 12:1 നാം വായിക്കുന്നു. എന്താ പറയുക? ആകയാൽ സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ചിട്ട്, മണിക്കൂറുകളോളം ചിന്തിച്ചാൽ പഠിച്ചാൽ തീരാത്തൊരു വിഷയമാണ് ദൈവത്തിന്റെ മനസ്സലിവ്. ഇതിന്റെ ഓരോ ഭാഗങ്ങളും 25 മിനിറ്റ് കൊണ്ട് നമുക്ക് തീർക്കുവാൻ കഴിയത്തില്ല. എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്: പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തെ ഒന്ന് വിട്ടുകൊടുക്കണമേ, ഒരു രൂപാന്തരത്തിന് വേണ്ടി, ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടി. അതിനുശേഷം മുന്നോട്ട് കടന്നു പോകുമ്പോൾ ഞാൻ 1-2 കാര്യങ്ങളൂടെ പറഞ്ഞ് വേഗത്തിൽ അവസാനിപ്പിക്കും. അവിടെ പറയുകയാണ്, ഈ പ്രോസസ് ഉണ്ട് ഈ ട്രാൻസ്ഫോർമേഷൻ. അതാണ് രണ്ടാമത്തെ ഭാഗം. നിങ്ങൾ കട്ടാം പേസ്റ്റ് ചെയ്യരുത്. അതാണ് ഒന്നാമത്തെ പ്രോസസ്. എന്താ പറയുന്നതെന്ന് അറിയാമോ? ഈ ലോകത്തിന് അനുരൂപമാകരുത്. നമ്മൾ കാണുന്നതല്ല, നമ്മൾ കേൾക്കുന്നതല്ല, അതിലപ്പുറമായിട്ട് പൗലോസ് പറഞ്ഞു, ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിക്കുകയും ഞാൻ നിങ്ങൾക്ക്. അപ്പോൾ കാണുന്നത് ഒത്തിരി നമുക്ക് ഇൻഫ്ലുവൻസ് തരുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നല്ല പ്രസംഗം, നല്ല ശൈലി, നല്ല ഹെയർ സ്റ്റൈല്, നല്ല ഡ്രസ്സിങ്, നല്ല ലൈഫ് സ്റ്റൈൽ ഒക്കെ നമുക്ക് ഒരു പക്ഷേ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാം. പക്ഷെ ഇതൊന്നും സാക്ഷാൽ വിജയിക്കത്തില്ല. എല്ലാം സീറോ ആയിപ്പോ. കുറച്ചു നാളൊക്കെ ഇതൊക്കെ വിജയിക്കുമെങ്കിലും ഇതൊന്നും വിജയിക്കത്തില്ല. പെന്തക്കോസ്തിന് വേണ്ടത് ആത്മാവിന്റെ ചലനമാണ്, ആത്മാവിന്റെ നടത്തിപ്പ, ആത്മാവിന്റെ നിയോഗമ. പരിശുദ്ധാത്മാവിനെ വിധേയപ്പെടാതെ നമ്മൾ എന്ത് ചെയ്താലും ഒന്നും സംഭവിക്കത്തില്ല. അവിടെ പറയുകയാണ്. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ നമുക്ക് പറയാം, ഈ പ്രോസസ്സിന്റെ മറ്റൊരു ഭാഗം റോമാലേഖനം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് 14 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ന്യായപ്രമാണം ആത്മീയമെന്ന് നാം അറിയുന്നുവല്ലോ, ഞാനോ ജഡമയൻ, പാപത്തിന്റെ ദാസൻ, എടുക്കപ്പെട്ടവൻ തന്നെ. അങ്ങനെ താഴോട്ട് വരുമ്പോൾ 24-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 23, 24, എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു, അത് എന്റെ അവയവങ്ങളുടെ പാപ പ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അപ്പോൾ ഈ പാപ സ്വഭാവത്തിന് നമ്മളെ ബദ്ധനാക്കി കളയുന്ന ഈ പ്രമാണത്തെ നമ്മൾ എന്ത് ചെയ്യണം? കീഴ്പ്പെടുത്തണമെങ്കിൽ പുതിയ നിയമ വിശ്വാസികൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന അവരുടെ ജഡത്തെ അതിന്റെ സകല രാഗമോഹങ്ങളോട് കുഴിച്ചിടപ്പെട്ട് പുതുമയിൽ ജീവിക്കുവാൻ ദൈവം താൻ കൊടുത്ത ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നവർ, പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന എല്ലാ അപ്പോസ്തലന്മാരെയും, എല്ലാ പുതിയ നിയമത്തിലെ എല്ലാ മനുഷ്യരെയും നമ്മൾ നോക്കിയാൽ അവരെ ഒക്കെ രൂപാന്തരപ്പെട്ടു. ഒരു കറുത്ത പേജ് അവരുടെ പിന്നിലുണ്ട്, ഒരു കറുത്ത അധ്യായം അവരുടെ പിന്നിലുണ്ട്. പക്ഷേ മുമ്പിലോട്ട് നോക്കുമ്പോൾ വെളിച്ചമായി തീരുന്നത്, അവരുടെ ജീവിതത്തിന് അഭിഷേകമായി വെളിപ്പെടുന്നത് മറ്റൊന്നുമല്ല, പരിശുദ്ധാത്മാവാണ്. ലാസ്റ്റിൽ ഞാൻ ഒരു ഭാഗം കൂടെ പറയട്ടെ. എന്തിനാ ഹല്ലേലൂയ ഈ കാര്യങ്ങളൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നതെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ അവിടെ പറയുന്നു, ഈ കർത്താവിനോട് കൂടെ തീത്തോസിന്റെ ലേഖനത്തില് അല്ലെങ്കിൽ 3-ാം അധ്യായത്തിന് 5-ാം വാക്യത്തിൽ പറയുന്നു, ദൈവത്തിന്റെ മനസ്സലിവിനെ കുറിച്ച് ആ അധ്യായങ്ങളിൽ നമുക്ക് വായിക്കുവാൻ തൊക്കണം കഴിയും. റോമാലേഖനം 6-ാം അധ്യായത്തിൽ, സമയം തീർന്നത് കൊണ്ട് റോമാലേഖനം 6-ാം അധ്യായത്തിൽ എങ്ങനെയാണ് ന്യൂവനസ് ലൈഫിനെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാൻ തൊക്കണം കഴിയുന്നുണ്ട്. ഒത്തിരി ഭാഗങ്ങൾ പറയുവാനുണ്ടെങ്കിൽ ഞാൻ വേഗത്തിൽ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ദൈവത്തിന്റെ പൈതലെ, പ്രധാനമായി നമുക്ക് കാണുവാൻ തൊക്കണം കഴിയുന്നത് എങ്ങനെയാണ്
ഈ ട്രാൻസ്ഫോർമേഷൻ ഈ പരിശുദ്ധാത്മാവിനാൽ എംപവറായി നമുക്ക് എങ്ങനെ നമുക്ക് ഈ ലോകത്തിൽ ജ്യോതിഷുകളെ പോലെ ജീവിക്കുവാൻ തക്കവണ്ണം കഴിയും. പൗലോസ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന എഫേസ്യ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട് വിളിയാനുള്ള ആശ മനസ്സിലാക്കി എന്ത് ചെയ്യണം? ഹല്ലേലൂയ. അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് ഗ്രഹിക്കേണ്ടതിന് നമ്മൾ പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ കോൺഫറൻസിൽ വരുന്ന ദൈവമക്കൾ ഒന്ന് അവിടെ വിളിയാനുള്ള ആശ ഇന്നതെന്ന് ഗ്രഹിക്കണം. 2, പരിശുദ്ധാത്മാ അവന്റെ ബലത്തിൽ ദൈവത്തിന്റെ ബലത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ആ ദൈവശക്തി ഈ ലോകത്തിൽ പാപമില്ലാതെ പാപത്തെ ജയിച്ച് ജീവിക്കുവാനുള്ള ഒരു ശക്തിയാണ്, ഒരു എംപവറാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് ആ ശക്തിയിൽ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തി ദൈവത്തിന് ഹിതകരമായ ജീവിതം നയിച്ച് റോമാലേഖനം 12 വായിക്കുന്നത് പോലെ അല്ലെങ്കിൽ അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ഹിതം പൂർണ്ണമായി നാം മനസ്സിലാക്കി ദൈവത്തിന്റെ അല്ലെങ്കിൽ ഇഷ്ടം ചെയ്യുന്നവരായി മാറുവാൻ സ്വർഗത്തിലെ ദൈവമിടെ യാക്കും. ഹല്ലേലൂയ. ഒട്ടനവധി ഭാഗങ്ങൾ എന്റെ എന്റെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിലും ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. 1, ഇതിനെന്തുണ്ട്? ഒരു മോട്ടിവേഷൻ നമുക്ക് തരുന്നുണ്ട്. 2, ഒരു പ്രോസസ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, പരിശുദ്ധാത്മാവിനോട് കൂടെ യേശുവിനോട് കൂടെ നാം ആയിരിക്കുന്നുവെങ്കിൽ ആ യേശു നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ, ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുവാനിടയായിത്തീരും. ഇത്രത്തോളം സമയം അനുവദിച്ച കർത്താവിന്റെ വിലയേറിയ ദാസന്മാർക്കും ഈ അല്ലെങ്കിൽ കോൺഫറൻസിനോട് ബന്ധപ്പെട്ട എല്ലാ ഭാരവാക്യങ്ങൾക്കും സ്വർഗത്തിലെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അല്ലെങ്കിൽ ഞാനും ഈ കോൺഫറൻസിനെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊള്ളുക. ഗോഡ് ബ്ലസ് യു.